ഈ ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാളുടെ ഒരു വീഡിയോ നമുക്ക് ലഭ്യമായിരുന്നു. നമുക്കതൊന്ന് കാണാം. हम लोग बाल बाल बचे हैं मगर परमात्मा रक्षा करेगा। भगवान की कृपा से जरूर बचेंगे हम। ആ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, യഹാം ആതങ്കവാദിയോ കാ ആക്രമൺ ഹൈ, തീവ്രവാദികളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്, ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ സംസാരിച്ച് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ദൂരെ നിന്ന് വെടിയൊച്ചകളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കശ്മീർ താഴ്വരയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പേടിയാകുന്ന ദൃശ്യങ്ങളാണ്, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ആര്യ, തീർച്ചയായിട്ടും സകുടുംബം പലരും അവിടെ എത്തിയത്, വിനോദസഞ്ചാരികളെല്ലാം തന്നെ ആ കാഴ്ചകൾ, ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെയായിരിക്കും ഈ സ്ഥലത്തേക്ക്, ബൈസറൻ വാലിയിലേക്ക് എത്തിയത്. പക്ഷേ എവിടെ നിന്നോ പെട്ടെന്ന് പ്രത്യേകിച്ചും ആ പ്രദേശത്ത്, ആ പുൽമേടുകൾക്ക് സൈഡുകൾ, ആ വശങ്ങളിലായുള്ള പൈൻമര കാട്ടിൽ നിന്ന് ഇടയിലൂടെ ഇറങ്ങി വന്ന ഭീകരരായിരുന്നു. അതിൽ പലരും സൈനിക യൂണിഫോം ധരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ ദൃക്സാക്ഷികൾ പറയുന്നത്. അവർ ഇവർക്ക് നേരെ, ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ, നിരായുധരായിട്ടുള്ള ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സംഭവിച്ചു കൂടാത്ത ഒരു കാര്യം, വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അർജുനിലേക്കൊന്ന് മടങ്ങി വരാം. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്, അതുകൂടി ഒന്ന് നമുക്ക് കാണാം. ഈ ആക്രമണ സമയത്തെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണാം. ഇത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്രമണ സമയത്തെ ദൃശ്യങ്ങൾ, ഈ തീവ്രവാദികൾ ഈ പൈൻമരങ്ങൾക്കിടയിൽ നിന്ന് വളരെ പെട്ടെന്നാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. ആ സമയത്തെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കാണിക്കാമോ? നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം. രാജ്യത്തെ നടുക്കിയ, രാജ്യത്തെ നിശ്ചലമാക്കിയ ഭീകരാക്രമണമാണ്. 27 മനുഷ്യർക്കാണ്, നിരായുധരായ മനുഷ്യർക്ക് നേരെയാണ് ആ തീവ്രവാദികൾ വെടിയുതിർത്തത്. പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ച് കൊന്നുകളഞ്ഞത് 27 മനുഷ്യരെ. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമാണ്. ഈ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൊച്ചി എടപ്പള സ്വദേശി രാമചന്ദ്രൻ, അദ്ദേഹത്തിനും ജീവൻ നഷ്ടമായിട്ടുണ്ട്. 13 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ അനന്തനാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഇന്ത്യക്കൊപ്പം അമേരിക്കയുണ്ട്, തീവ്രവാദത്തെ ചെറുക്കാൻ, തീവ്രവാദത്തെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് എന്നും കൂട്ടായി അമേരിക്കയുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ പ്രതികരണം.